പ്രമുഖ കമ്പനിയായ എസ്കോർട്സ് കുബോട്ട തങ്ങളുടെ ട്രാക്ടറുകളുടെ വില ഉയർത്തുന്നുവെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. മെയ് 1 മുതൽക്കായിരിക്കും പുതുക്കിയ വില പ്രാബല്യത്തിൽ വരുന്നത്. എല്ലാ മോഡലുകളുടെയും വില ഉയർത്തിയതായും കമ്പനി എക്സ്ചേഞ്ചിൽ അറിയിച്ചിട്ടുണ്ട്. പരിഷ്കരിച്ച വില എല്ലാ മേഖലയിലും നടപ്പാക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. പ്രഖ്യാപനത്തിന് പിന്നാലെ ഓഹരി വിലയിലും നല്ലൊരു മുന്നേറ്റമാണ് കണ്ടത്. ഇൻട്രാഡേയിൽ 2% നേട്ടത്തിൽ തുടരാനും സാധിച്ചിട്ടുണ്ട്. മാർച്ചിൽ പൊതുവെ കമ്പനിയുടെ സെയിൽസിലൊക്കെ ഒരു കുറവ് നേരിട്ടിട്ടുണ്ടായിരുന്നു. ഇയർ-ഓൺ-ഇയർ അടിസ്ഥാനത്തിൽ 16% കുറവാണ് ഇത്തവണ ഉണ്ടായത്. നവരാത്രി ഫെസ്റ്റിവലൊക്കെ ഏപ്രിലായത് മാർച്ചിലെ വിൽപ്പനയെ ബാധിച്ചിരുന്നു എന്നാണ് കമ്പനി അറിയിച്ചത്. കൂടാതെ കാലം തെറ്റിയ മൺസൂണും വെല്ലുവിളിയായി. ഇത് പ്രധാനമായിട്ടും സെൻട്രൽ സൗത്ത് റീജിയന്റെ വിൽപ്പനയിൽ ആഘാതമുണ്ടാക്കി. പക്ഷേ വരും മാസങ്ങളിൽ കാര്യങ്ങൾ അനുകൂലമായി വന്നേക്കാമെന്നാണ് ഇപ്പോൾ അനലിസ്റ്റുകൾ പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യയിലെ മുൻനിര എഞ്ചിനീയറിംഗ് കമ്പനികളിലൊന്നാണ് എസ്കോർട്ട് കുബോട്ട. 80 വർഷങ്ങൾക്ക് മുൻപ് ഹർപ്രസാദ് നന്ദ, യുഡി നന്ദ എന്നിവർ ചേർന്ന എസ്കോർട്സ് ഏജൻസ് ലിമിറ്റഡ് എന്ന പേരിലാണ് ഈ കമ്പനിയുടെ പ്രവർത്തനം ആരംഭിക്കുന്നത്. ലാഹോറിൽ നന്ദ ബസ് കമ്പനിയായാണ് തങ്ങളുടെ ബിസിനസ് അവർ ആരംഭിച്ചത്. തുടർന്ന് 1960-ൽ അഗ്രികൾച്ചറൽ മെഷീനറി, എക്സ്റേ മെഷീനറീസ് എന്നിവയുടെ നിർമ്മാണത്തിനായി എസ്കോർട്സ് ലിമിറ്റഡ് സ്ഥാപിക്കുകയായിരുന്നു. ഫാമിംഗ്, കൺസ്ട്രക്ഷൻസ് എക്യുപ്മെന്റ്സ്, റെയിൽവേ എക്യുപ്മെന്റ്റ്സ് എന്നിവയുടെ നിർമ്മാണവും ഇപ്പോൾ കമ്പനി ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി സ്റ്റഡിയായ റിട്ടേൺ നൽകുന്ന ഓഹരിക്ക് ഇപ്പോൾ SBI സെക്യൂരിറ്റീസ് ഒരു ബൈ ശുപാർശ നൽകുന്നു. മിഡ് ക്യാപ് സ്റ്റോക്കുകൾ ലാർജ് ക്യാപ് സ്റ്റോക്കുകളെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി റിസ്ക് കൂടിയതാണ്. എങ്കിലും കമ്പനിയെ സംബന്ധിച്ച് ഇൻഡസ്ട്രിയിൽ വളരെ എക്സ്പീരിയൻസ്ഡ് ആയതിനാൽ കൂടുതൽ പ്രോമിസിംഗ് ആയ ഗ്രോത്ത് ഉണ്ടാകുമെന്നാണ് അനലിസ്റ്റുകളുടെ വിലയിരുത്തൽ. കമ്പനിയെ സംബന്ധിച്ച് 12 HP അഥവാ ഹോഴ്സ് പവർ മുതൽ 120 HP വരെയുള്ള വൈഡ് പോർട്ട്ഫോളിയോ ആണ് ഉള്ളത്. ജോയിന്റ് വെഞ്ചേഴ്സ് ഉൾപ്പെടെ 6 നിർമ്മാണ യൂണിറ്റുകളും കമ്പനിക്ക് സ്വന്തമായുണ്ട്. പ്രതിവർഷം 1.2 മില്യൺ യൂണിറ്റുകൾ ഉൽപ്പാദിപ്പിക്കാൻ പാകത്തിലുള്ള കപ്പാസിറ്റിയും യൂണിറ്റുകളിലുണ്ട്. ഇന്ത്യ കൂടാതെ 63-ലധികം രാജ്യങ്ങളിലേക്ക് ഉൽപ്പന്നങ്ങളെ കയറ്റുമതി ചെയ്യാൻ എസ്കോർട്സ് കുബോട്ടയ്ക്ക് സാധിക്കുന്നുണ്ട്. ഇന്ത്യയിലുടനീളം 1200-ലധികം ഡീലേഴ്സ് നിലവിലുണ്ട്. വെസ്റ്റേൺ സദേൺ റീജിയണിലേക്കും കൂടുതൽ സാന്നിധ്യം വർദ്ധിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ഊർജിതമായി തുടരുന്നുമുണ്ട്. കുബോട്ട കോർപ്പറേഷനുമായുള്ള പാർട്ണർഷിപ്പ് കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യാൻ കമ്പനിക്ക് കഴിഞ്ഞു. 2022 ജൂൺ പാദത്തിൽ കുബോട്ട കോർപ്പറേഷന്റെ സ്റ്റേക്ക് 44.8% ഉയർത്തിയിരുന്നു. ആഗോളതലത്തിൽ തന്നെ സ്ട്രോങ് നെറ്റ്വർക്ക് ഉണ്ടാക്കിയെടുത്ത മുൻനിര കമ്പനി തന്നെയാണ് കുബോട്ട കോർപ്പറേഷൻ. അതിനാൽ പാർട്ണർഷിപ്പ് വർദ്ധിപ്പിക്കുക വഴി കപ്പാസിറ്റി എക്സ്പാൻഷനും അഡ്വാൻസ് ടെക്നോളജീസിന്റെ ആപ്ലിക്കേഷനും എളുപ്പത്തിൽ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനിക്ക് സാധിക്കുന്നുണ്ട്. എക്സ്പോർട്ട് മാർക്കറ്റിൽ പ്രസൻസ് വർദ്ധിപ്പിക്കുന്നതിനും എളുപ്പമാണ്. ഇനി സ്റ്റോക്കിന്റെ വാല്യൂഷൻ നോക്കുമ്പോഴും വളരെ അട്രാക്റ്റീവായി തുടരുന്നു എന്നാണ് SBI സെക്യൂരിറ്റീസ് പറയുന്നത്. 2024-ൽ നോർമൽ മൺസൂൺ ലഭിക്കാനുള്ള സാധ്യത കൂടുതലായതിനാൽ തന്നെ ഫാർമ എക്യുപ്മെന്റ് വോളിയവും ട്രാക്ടർ സെന്റിമെന്റ്സും ഇംപ്രൂവ് ആകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കമ്പനിയുടെ ഫണ്ടമെന്റൽ സൈഡിലെ മറ്റ് പോസിറ്റീവ് ഫാക്ടേഴ്സ് പരിഗണിക്കുകയാണെങ്കിൽ കമ്പനിയുടെ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് ഡെപ്റ്റ് ഫ്രീ ആയിട്ടുള്ള ഒരു കമ്പനിയാണ് എന്നുള്ളതാണ്. ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനിക്ക് സാധിക്കുന്നുണ്ട്. ഇനി ലിക്വിഡിറ്റി പൊസിഷനും വളരെ ഹെൽത്തി ആയിട്ട് തുടരുന്നതായിട്ട് നമുക്ക് കാണാം. എഫിഷ്യന്റ് ആയിട്ടൊരു ക്യാഷ് കൺവേർഷൻ സൈക്കിളും കമ്പനിക്കുണ്ട്. ഒപ്പം പ്രൊമോട്ടേഴ്സ് ഹോൾഡിംഗ് നോക്കുകയാണെങ്കിൽ ഉയർന്നു തന്നെ നിൽക്കുന്നുണ്ട്. ഇനി കമ്പനിയുടെ റിസ്ക് ഫാക്ടേഴ്സ് കൂടി നോക്കാം. മൺസൂൺ നോർമലായി ഉണ്ടാകുമെന്ന് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിലും അതിലൊരു അൺസർട്ടനിറ്റി തുടരുന്നുണ്ട്. മറ്റൊരു റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നത് റോ മെറ്റീരിയൽ കോസ്റ്റിൽ ഉണ്ടാകുന്ന ഒരു വോളറ്റിലിറ്റി തന്നെയാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് കമ്പനിയുടെ പ്രോഫിറ്റ് ഗ്രോത്ത് പരിശോധിച്ചാൽ ശക്തമായിട്ടുള്ള ഒരു വളർച്ച ഉണ്ടായിട്ടില്ല എന്ന് കാണാൻ സാധിക്കും. വരുമാന വളർച്ചയിലും സമാന സ്ഥിതി തന്നെയാണുള്ളത്. ഇതിൽ കാര്യമായിട്ടുള്ളൊരു മാറ്റം ഉണ്ടാകേണ്ടതുണ്ട്. വിപണിയിലെ പ്രകടനം വിലയിരുത്തിയാലും ഈ വർഷം ഇതുവരെയായി 6% മുന്നേറ്റമാണ് ഓഹരി നടത്തിയിട്ടുള്ളതെന്ന് കാണാം. ഓഹരിക്ക് ബൈ റെക്കമെൻഡേഷൻ ബ്രോക്കറേജ് നൽകുമ്പോൾ 3589 രൂപ ടാർഗറ്റ് പ്രൈസ് നൽകുന്നുണ്ട്. അതായത് നിലവിലെ കറന്റ് മാർക്കറ്റ് പ്രൈസിൽ നിന്നും 15% അപ്സൈഡ് പൊട്ടൻഷ്യലാണ് ഇപ്പോൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അടുത്ത 12 മാസത്തേക്കാണ് ഈ ഒരു ബൈ ശുപാർശ SBI സെക്യൂരിറ്റീസ് നൽകുന്നത്.